മുൻമന്ത്രി കെ.ടി. ജലീൽ മന്ത്രിയായിരിക്കെ കോടികളുടെ അഴിമതി നടത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തുവരുന്നതിലുള്ള വെപ്രാളമാണ് അദ്ദേഹത്തിന്റെ തുടർച്ചയായ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസ്. ജലീലിനെതിരായ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുണ്ടെന്നും ഫിറോസ് വ്യക്തമാക്കി. ജലീൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന വലിയ അഴിമതിയാണ് പുറത്തുവരാനിരിക്കുന്നതെന്ന് ഫിറോസ് പറഞ്ഞു. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മുൻപും ആരോപണങ്ങൾ ഉയർന്നു വന്നതായും ഫിറോസ് ചൂണ്ടിക്കാട്ടി. അഴിമതിയെക്കുറിച്ച് തനിക്ക് തെളിവ് ലഭിച്ചുവെന്ന് അറിഞ്ഞതിന്റെ പരിഭ്രാന്തിയാണ് ജലീലിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനകൾക്ക് പിന്നിലെന്നും ഫിറോസ് ആരോപിച്ചു. കെ.ടി. ജലീൽ തനിക്കെതിരെ ഉന്നയിച്ച വിവിധ ആരോപണങ്ങൾക്കും ഫിറോസ് മറുപടി നൽകി. താനൊരു ബിസിനസ്സുകാരനും തൊഴിലെടുക്കുന്ന ആളാണെന്നും അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂവെന്നും അത് അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെന്നും ഫിറോസ് വ്യക്തമാക്കി. പട്ടാമ്പിയിലെ തന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് CPM നേതാക്കളെ ക്ഷണിച്ചത് താനാണെന്നും താൻ ബിനാമിയാണെങ്കിൽ അവരെ വിളിക്കുമോ എന്നും ഫിറോസ് ചോദിച്ചു. തിരുനാവായിലെ അഷ്റഫ് തന്റെ പങ്കാളിയാണെന്നും ജലീൽ വെപ്രാളം പിടിച്ച് ബോറനാകുകയാണെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു. പാർട്ടി ഫണ്ട് എടുത്ത് ബിസിനസ് നടത്തുന്നുവെന്ന ജലീലിന്റെ ആരോപണത്തെയും ഫിറോസ് തള്ളിപ്പറഞ്ഞു. പാർട്ടി ഫണ്ട് ജനറൽ സെക്രട്ടറി ഒറ്റയ്ക്കാണോ കൈകാര്യം ചെയ്യുക? ജലീൽ അങ്ങനെ സ്വയം ഫണ്ട് എടുത്ത ആളാണെങ്കിൽ അതിന്റെ കുറ്റബോധമാണോ ഇപ്പോൾ തനിക്കെതിരെ ആരോപണമായി ഉന്നയിക്കുന്നതെന്നും ഫിറോസ് ചോദിച്ചു. കമ്പനി തട്ടിക്കൂട്ട് കമ്പനിയാണെന്ന ജലീലിന്റെ ആരോപണം ഗുരുതരമാണെന്നും റിവേഴ്സ് ഹവാല ആരോപണം ഗൗരവമുള്ളതാണെന്നും ഫിറോസ് പറഞ്ഞു. തനിക്ക് നിയമവിരുദ്ധമായി ഒരു ബിസിനസ്സുമില്ലെന്നും സംശയമുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിക്കട്ടെ എന്നും ഫിറോസ് പറഞ്ഞു. ആരോപണങ്ങളിൽ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ജലീൽ ചോദ്യചിഹ്നമിട്ട് സംസാരിക്കുന്നത്. കെ.ടി. ജലീലിന്റെ ബന്ധുനിയമനം യൂത്ത് ലീഗ് കൈയോടെ പിടിച്ചതിന്റെ പകയാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് പലരും കരുതിയത്. എന്നാൽ അതുമാത്രമല്ല, ഈ അഴിമതി പുറത്തു വന്നാൽ ജലീൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു.